ഹലോ, ഞാൻ സുനി സജി രവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോർച്ച, ഓപ്പോസിറ്റ് രവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുവിൻ്റെ കൃപയാൽ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുബ്രാൻ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതർ ശ്രേഷ്ഠമാകട്ടെ. നമ്മളും അങ്ങനെയാണ്. ക്രിസ്തു യേശുവിൽ വസിച്ചാൽ നമ്മൾ ലോകത്തിൽ ഉന്നതർ ശ്രേഷ്ഠമാകും. നമ്മളെ സൃഷ്ടിച്ചേക്കണത് അതിനു വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു വചനം വായിച്ചിട്ട് തുടങ്ങാവേ. ലൂക്കോസ് 11:13 പറയാം, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് തരാൻ വേണ്ടിയാണ് നമ്മളുടെ പരിശുദ്ധാത്മാവിൽ കൂടി പിതാവിനും പുത്രനും നമ്മളോടുകൂടി വസിക്കാനാണ് നമ്മളെ സൃഷ്ടിച്ചേക്കണേ. ആ ബന്ധം ആദാം നഷ്ടപ്പെടുത്തിയപ്പോൾ വീണ്ടും ആ ബന്ധം സ്ഥാപിക്കാനാണ് മകനെ പറഞ്ഞയച്ച് ആ മകൻ വേറൊരു ജാതിയിലും ഒരാളും പിതാവായ ദൈവത്തിട്ട് വഴി കാണിച്ചിട്ടില്ല കേട്ടോ. ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൽ എത്തണില്ലെന്ന് ലോകത്ത് വിളിച്ചു പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ, യേശുക്രിസ്തു. ആ പറഞ്ഞപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അവസ്ഥയൊന്ന് ഓർക്കണം. അന്ന് ഈ മനുഷ്യനായി ജനിച്ചൊരു ആശാരിപ്പണി ചെയ്തുകൊണ്ടിരിക്കുക 30 വയസ്സ് വരെ. ആ 3 വർഷം സുവിശേഷം പറയുക എന്ന് ഓർത്തു നോക്കുക. അത് അന്ന് ഫോണില്ല, ഇതുമില്ല, മരുഭൂമിയിൽ കൂടി ഇങ്ങനെ നടന്ന് അത് കേട്ട് ഇപ്പം ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് ലോകം മുഴുവൻ ഏറ്റവും അധികം ഉള്ളത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയുന്നവരെല്ലാം മതത്തിൻ്റെ പേരിൽ. പക്ഷേ ഈ യേശുവിനുമായിട്ട് വ്യക്തിപരമായിട്ട് ദൈവമായിട്ട് ബന്ധമുള്ളത് ലോകത്ത് ഏറ്റവും അധികം യേശുക്രിസ്തുവിലാണ്. യേശുക്രിസ്തുവിനെ സ്നേഹിച്ച ആ ജീവനുള്ള ദൈവത്തിലാണ് ഒത്തിരി പേര് ആശ്രയിക്കണേ. അത് നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മുടെ അകക്കണ്ണ് തുറക്കണം. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടതും പുത്രനായ യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും ആയുള്ളവരെ നമ്മൾ ആ ഗണത്തിലാകട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ അകക്കണ്ണ് തുറക്കും. നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പിതാവിനോട് മധ്യസ്ഥ അയച്ച പരിശുദ്ധാത്മാവിന് നമുക്ക്, പരിശുദ്ധാത്മാവ് എന്ന സകല നന്മയും പിമ്പടയാണ്. ഒരച്ഛൻ പറഞ്ഞ പോലെ, ദാനിയേൽ പോത്തങ്കിലച്ചനാണോ, നമ്മൾ പരിശുദ്ധാത്മാവ് എനിക്ക് കാറ് വേണം, വീട് വേണം, കല്യാണം വേണം, ഇതെല്ലാം അതൊക്കെ കിട്ടും. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞാൽ മതി. അതോടുകൂടി സകല നന്മയും പിമ്പടിയല്ലേ. നമ്മുടെ ലോകം സൃഷ്ടിച്ചാൽ നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ പിന്നെ നമ്മുടെ നാവിൽ പറഞ്ഞ സംഭവിക്കില്ലേ. അപ്പോൾ നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞായി പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ ഗീവവയുടെ കാര്യം ആദ്യം പറയട്ടെ. ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് ഹെയറിൻ്റെ ഗീവവേ നമ്മുടെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ എല്ലാത്തിനും. അത് ഓഫറാണ്, ഗീവവേ അല്ല, ഓഫറാണ്. അപ്പം ഹെയർ ട്രീറ്റ്മെൻറ്റ് 15% ഉണ്ട്. അപ്പം മുടി ചെയ്യാനും ഫേഷ്യൽ എല്ലാവരും പറയും പ്രായം ചെല്ലുമ്പോൾ എന്തിനു ചെയ്യണോ മുടി, ഇതൊക്കെ പ്രായം ചെല്ലുമ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. കൊച്ചു പിള്ളേർ വന്നാൽ ഞാൻ ക്ലീനപ്പ് ചെയ്യാറുള്ളൂ. കല്യാണം ബ്രൈഡിന് മാത്രമേ ഫേഷ്യൽ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. കൊച്ചു പിള്ളേർക്ക് ഒരു 30 വയസ്സിൽ താഴെയുള്ളവർക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. പ്രായം ചെല്ലുന്തോറും ഫേഷ്യലുകൾ സ്കിന്നിന് വേണം. സ്കിന്നിന് ചുളിവൊക്കെ വരുമ്പോൾ നമ്മൾ കറുത്തു പോകും, കളർ കുറഞ്ഞു പോകും. ഫേഷ്യലുകളൊക്കെ ചെയ്തില്ലെങ്കിൽ തന്നെത്താൻ വേറെ ഒന്നും ചെയ്യേണ്ട, സ്കിൻ ചുരുണ്ട് തന്നെ കളർ കുറഞ്ഞു പോകും. അപ്പം നമുക്ക് അതൊക്കെ വേണം. പിന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇന്ന് വന്ന കൊച്ചൊക്കെ പറയും എന്ത് ഭയങ്കര ഡ്രൈ. ഞാൻ പറയുന്നത് കരാട്ട് അതുപോലെ അതിലും ഡ്രൈ ആയിരുന്നു എൻ്റെ ഹെയർ. ഇങ്ങനെ കിടക്കണ കാണുന്നത് എന്ത് രസമാണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ രസത്തിൽ കിടക്കണേ. ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒറ്റ ഗുണം ഇങ്ങനെ മനോഹരമായിട്ട് കിടക്കണം. ഞാൻ തന്നെ എപ്പോഴും ഓർക്കും എൻ്റെ യേശു, അപ്പോൾ ഇതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ മുടി കിടക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. എനിക്ക് പണ്ട് മുതൽ ഒത്തിരി മുടിയുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ മുടി ഇങ്ങനെ എല്ലാവരും പറയണ മുടിയായിരുന്നു, നാടൻ മുടി. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു 15 വർഷമൊക്കെ ആയി ഈ ഹെയർ ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പം കുറേ നാൾ കഴിയുമ്പോൾ ഒരു 10-40 വയസ്സാകുമ്പോൾ നാച്ചുറൽ മുടി ഇങ്ങനെ പൊളിഞ്ഞൊക്കെ നിൽക്കും. അപ്പം നമ്മളതിങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ സോഫ്റ്റായിട്ട് നാച്ചുറലി ഞാൻ എന്തോരം എണ്ണ താളിയൊക്കെ. ഇപ്പം താളി പോയിട്ട് എണ്ണ തേച്ചാൽ പിറ്റേ ദിവസം തന്നെ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോകണം, ആ അവസ്ഥയായി നിൽക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ നമുക്ക് സുഖമായിട്ട് ഹെയർ മേക്ക് ഓവർ എന്ന് പറഞ്ഞ ഒരാൾ ഓൾറെഡി മാറി. അത്ര വ്യത്യാസം വരും. ഹെയർ, പല്ല് ഇത് രണ്ടും കറക്റ്റാണെങ്കിൽ 95% സൗന്ദര്യം ഓക്കെ എന്നല്ലേ പറയണേ. അപ്പോൾ എപ്പോഴും ഹെയർ നന്നായിട്ട് ശ്രദ്ധിക്കുക. പല്ല് കെട്ടിക്കാനുള്ളതൊക്കെ കെട്ടിക്കുക. ഇങ്ങനെ അതിന് ഒരു കാരണവും പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതിമനോഹരമായിട്ട് നമുക്ക് ചിരിക്കണം. നമ്മൾ ചിരിച്ചാൽ മാത്രം നമുക്ക് ഗ്ലാമറുള്ളൂ.
പിന്നെ നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. നന്നായിട്ട് ഫുഡ് കഴിക്കുക. പിന്നെ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റിന് വരുന്നവർ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അതിൻ്റെയൊക്കെ ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. എന്നെ വിളിക്കുന്നവർ പറയണം, ചേച്ചി ഞാൻ മുടി ചെയ്യാൻ വന്നിട്ട്, അപ്പോൾ നമുക്ക് ചെയ്തേ പിന്നെ ഒത്തിരി മുടി വളർന്നെന്ന് പറയാത്തൊരു മനുഷ്യനില്ല. അത് കാരണം അവർ തിരിച്ച് നമ്മുടെ അടുത്ത് ചെയ്യണേ വന്നെ. അതിൻ്റെ എല്ലാം വളരാനുള്ള എനിക്കറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു വിടും. ആരെങ്കിലുമൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കില്ല. ഞാൻ വിറ്റാമിൻ ഗുളിക മേടിച്ച് വെച്ചിട്ട് 10 ദിവസം കഴിക്കാൻ മറന്നു പോകും. എന്നാലും എല്ലാവരും ഒന്ന് D3 സിങ്കോവൈറ്റും ബയോട്ടിനും ഒക്കെ എടുക്കേണ്ട, മുട്ട കഴിക്കേണ്ട. മുട്ടയൊക്കെ കഴിച്ചോട്ടോ എന്ന് എല്ലാവരും ഇപ്പോൾ പറയണം. ഞാൻ മുട്ടയുടെ ആളായിരുന്നു കേട്ടോ. ഞാൻ മുട്ട കഴിച്ചാൽ വണ്ണം വയ്ക്കുന്നു. എല്ലാവരും പറയും വണ്ണം വയ്ക്കരുത്. ഞാൻ മുട്ട കഴിച്ചാൽ വീർത്തു വരും. അത് എന്തൊരു മനകൃതിയാണോ. അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാമറൊക്കെ കുറഞ്ഞ് ഗ്ലാമർ നമ്മൾ കീപ്പ് ചെയ്യണ്ടേ. വയസ്സായി പ്രായമായി അങ്ങനെയല്ലോ. യേശുവിൻ്റെ പറഞ്ഞ എൻ്റെ ഊരി ഞാൻ കഴുകനെ പോലെ പുതുക്കിത്തരാം. അതിനുള്ള വിദ്യകളൊക്കെ ദൈവം ഓരോരുത്തരെയും കൂടി കണ്ടുപിടിപ്പിച്ചേക്കണേ. പാട്ട് പറഞ്ഞ ഒരാൾ പാട്ട് പറഞ്ഞ അയാൾക്ക് കേൾക്കാനാണോ, നമുക്ക് കേൾക്കാനല്ലേ. അതുപോലെ ഇതോരോന്ന് കണ്ടുപിടിച്ചേക്കണം. നമുക്ക് യൂസ് ചെയ്ത് നമ്മൾ ഗ്ലാമർ ആകാൻ വേണ്ടിയാണ്. അപ്പോൾ ബ്യൂട്ടി പാർലർ നമ്മളൊരു ബ്ലീച്ച് പോലും യൂസ് ചെയ്യുന്നില്ല ഫേഷ്യലിന്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ 25% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിമനോഹരമായ വീഡിയോസ് കണ്ടാലോ. ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. കരാട്ടിനാണ് ചെയ്യാൻ പോണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ പരസ്യത്തിന് വല്ലണ പോലെ ആവട്ടെ. യേശുവിൻ്റെ കൃപയാൽ എല്ലാം ദൈവകൃപയാലാണ് എല്ലാം മനോഹരമാകണം. അപ്പോൾ ദൈവകൃപയാൽ അങ്ങനെ ആകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. കരാട്ടിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം ഓർഗാനിക്കാണ്, കെമിക്കലില്ലെന്ന് അവർ പറയണു. എന്നാലും എന്തെങ്കിലും ഇച്ചിരി കെമിക്കലൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ്, ഇതൊക്കെ ഫ്രസ്സി ഹെയർ ആട്ടോ. നമുക്ക് കാണുമ്പോൾ ഈ മുടിക്ക് എന്നാ കുഴപ്പമെന്ന് ഓർക്കാം. ഭയങ്കര ഡ്രൈയും ഫ്രസ്സിയാണ്. അതിനെ സോഫ്റ്റ് ആക്കുവാണ് കരാട്ടിൻ. അപ്പോൾ പിന്നെ ഒഴുകി കെട്ടാൻ പോലും പറ്റില്ല, അതുപോലെ ഒഴുകി കിടക്കും. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. മൾട്ടി വിറ്റാമിൻ ഗുളിക എടുക്കണം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല സൂപ്പർ റിസൾട്ട് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? അതിപ്പോൾ കാണാവേ. ശരിയെന്ന്. ഹലോ, ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മുടിയുടെ ആദ്യം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. എവർ പറയുന്നത്, കടലപ്പിള്ളേർ പറയുന്നത് ചെയ്യാൻ പോലും ഫ്രസ്സി ആയിട്ടേ ഇങ്ങനെ വലിക്കാൻ പോലും പാടാണ്. നിങ്ങളെപ്പോഴും ഓർക്കട്ടോ, ഹെന്ന. ഞാൻ ഹെന്നയ്ക്കെതിരല്ല. ഹെന്ന നിങ്ങൾ വീട്ടിലെ മൈലാഞ്ചി ഇല ഉണങ്ങി പൊടിച്ചിട്ട് തലയിൽ തേച്ചു ഇടും. അതിന് കളർ കിട്ടില്ല. ഈ ബ്ലാക്ക് ഹെന്ന എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഡൈയുടെ പൊടി ഇടുക. നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അവിടെ. റെഡ് ഹെന്ന എന്ന് പറഞ്ഞാൽ ഡൈയുടെ പൊടി എന്ന് പറഞ്ഞാൽ ഹെന്ന കുഴയ്ക്കുമ്പോൾ റെഡ് ഡൈയുടെ പൊടി ചേർത്താണ് അതിനാ ഒരു ബർഗണ്ടി കളർ തന്നെ കേട്ടോ. നമ്മളത് തേച്ചാൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അലർജി വരും. ഒന്നും ചെയ്യാണ്ട് വൈറ്റ് ഹെയർ ആയിട്ട് ജീവിതകാലം മുഴുവൻ നടക്കേണ്ടി വരും. ഇപ്പം കളർ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കും. അതും എനിക്ക് അറിഞ്ഞുകൂടാ. എന്ത് കളറായാലും വൈറ്റ് ബ്ലാക്ക് ആക്കണമെങ്കിൽ ഒരു കെമിക്കൽ ആശം വേണം. പക്ഷേ ഇച്ചിരി ബ്രാൻഡഡ് കമ്പനി ആകുമ്പോൾ അവർ പറയും എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഒരു ഗുഡ് റിസൾട്ട് കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നായാലും ഇനി വില എണ്ണയിരുന്നു. ഇന്നലത്തെ കൊച്ചു ഇങ്ങനെ തന്നെയായിരുന്നു ഹെയർ വന്നേ. ഇത് ഇപ്പോൾ ഒഴുകി അങ്ങനെ ഫ്രസ്സിയായി മുടിയരുത്. ഇതിപ്പോൾ കണ്ടോ. ഞാൻ പറഞ്ഞു കോളേജ് കുമാരിയായി ഉറങ്ങി നോക്കിയാൽ വല്ലതും തെറ്റിദ്ധരിക്കും. കോളേജ് കുമാരിയുടെ മുടി കിടക്കണ പോലെ മുമ്പിൽ വന്നിട്ട് കുറേത് അതുപോലെ കോളേജ് കുമാരി അതിന് വേറെ കാശ് വേണമെന്നത് കണ്ടോ. എന്ത് രസമായി. നമുക്കൊക്കെ ആഗ്രഹമല്ലേ, എല്ലാ മനുഷ്യർക്കും ആഗ്രഹമല്ലേ ഇങ്ങനത്തെ. എനിക്ക് പണ്ട് ഭയങ്കര കൊതിയായിരുന്നു ജപ്പാൻകാരിങ്ങനെ ഇങ്ങനെയൊക്കെ ആട്ടണതൊക്കെ. ഇത് ചോദിച്ചപ്പോൾ ഇതൊക്കെ അവരൊക്കെ ഇപ്പോൾ ഈ ആട്ടുമ്പോൾ ഈ പരസ്യത്തിൽ കാണുന്ന പോലെ എല്ലാവരുടെ മുടി ഇങ്ങനെ ഈ ഹെയർ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ നാച്ചുറൽ ഇപ്പൊ ഇത് സ്മൂത്തനിങ് ചെയ്താൽ ഇങ്ങനെയൊക്കെ വരുമെങ്കിലും ഇതുപോലൊരു നാച്ചുറൽ ലുക്ക് ഇല്ല. എന്നാണോ ഇപ്പൊ എല്ലാവർക്കും ഇത് മതി. അതാണ് നമ്മൾ 2 ക്രീം കൂടി ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. സ്മൂത്തനിങ് കെമിക്കലാണ്, ഇത് ഓർഗാനിക്കാന്ന് പറഞ്ഞു. ഇതിൽ വേറെ വല്ലതും ഉണ്ടോയെന്നൊന്നും എനിക്കറിയാം. നമ്മൾ എന്തായാലും നല്ല ബ്രാൻഡ് കമ്പനി ചെയ്യണേ. കരാട്ടിന് നമ്മൾ കടയിൽ ചെന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അടുത്തല്ല എവിടെയായാലും നിങ്ങൾ പേര് ചോദിച്ച് ചെക്ക് ചെയ്തിട്ടാട്ടോ. കരാട്ടിന് ഒത്തിരി ലോ ക്ലാസ് കൊള്ളൂലെന്ന് പറഞ്ഞാൽ നമ്മളതുപോലെ ഹെന്ന കൊള്ളൂലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഹെന്ന ചെയ്യാറില്ല. എനിക്കതിൻ്റെ ഹെന്ന വരുന്ന എന്തോരം നഷ്ടം വരാറുണ്ടെന്ന് പറയാം ഹെന്ന വരുന്നത് ചെയ്യാണ്ടിരിക്കുമ്പോൾ. അപ്പം നമ്മൾ ബ്ലീച്ച് അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഇല്ല. കൊള്ളൂല്ലെങ്കിൽ അത് വേണ്ട. അതുകൊണ്ടല്ലാതെ ലാഭം വേണ്ട. അപ്പോൾ കൊള്ളൂല്ലാത്ത വല്ല സ്കിന്നിനൊക്കെ കംപ്ലൈൻറ്റ് പറ്റിയെങ്കിൽ പിന്നെ അതിൻ്റെ പുറകമല്ലോ. കാരണം എൻ്റെ തലയിൽ എൻ്റെ മുഖത്തൊക്കെ ചെയ്യുന്നത് മാത്രം ഇവിടെ വരുന്ന കസ്റ്റമറിൻ്റെ ചെയ്താൽ മതി. അത്രയും ലാഭമൊക്കെ മതി. ഇങ്ങനെയല്ല ലാഭം കിട്ടാനുള്ളതൊക്കെ ദൈവം തരും. ഇങ്ങനെ നമുക്കപ്പോൾ എവിടെയായാലും അവർ അടുത്ത തവണ എവിടെ പോയി വേറെ ചെയ്താലും നമ്മുടെ അടുത്ത് തന്നെ വിനോദത്തോടെ എത്തും. നല്ല പ്രൊഡക്റ്റ് നന്നായിട്ട് ചെയ്യുമ്പോൾ അത് കാരണം നമ്മൾ എത്ര പ്രാവശ്യമായാലും ആൾക്കാർ നമ്മുടെ അടുത്ത് എത്ര അകലെന്നായാലും തേടിയെത്തും. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഗുണമൊക്കെ ഉണ്ട്. ഞാൻ അതിലാട്ടോ വിശ്വസിക്കണേ.
പരസ്യത്തിലും ഒരു ദിവസം എനിക്കൊരു കസ്റ്റമറെ കിട്ടിയാൽ അവരെ ജീവിതകാലം മുഴുക്കുന്ന കുപ്പിയിലാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ട്രിപ്പ് ആക്കിയാലേ എങ്ങനെ ആ കാശ് കിട്ടിയിട്ട് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്വന്തക്കാരാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. പിന്നെ അവരുടെ കുടുംബക്കാരായി, വീട്ടുകാരായി, പിന്നെ അവരുടെ മൊത്തം ഞാൻ സ്വന്തക്കാരിയാണെന്ന് എല്ലാവരുടെയും വിചാരം. എല്ലാവരും വന്ന് വർത്തമാനം പറഞ്ഞേക്കുമ്പോൾ അതെൻ്റെ സ്വന്തപ്പെട്ടാന്ന് എല്ലാവരും ചോദിക്കും. അത് ഇവിടെ പണ്ട് കസ്റ്റമറായിട്ട് വന്നാന്ന് ഒരു കാര്യം വിശ്വസിക്കില്ല. എല്ലാവരും അങ്ങനെയാണ് യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ചേഞ്ചായി. മുടിയൊന്നും അറ്റം വെട്ടിപ്പിച്ചില്ല, നീളം വേണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ആദ്യം ഞാൻ വെട്ടണമെന്നൊക്കെ ഓർത്തോട്ടോ, പക്ഷെ അത് ഇത്രയും ഉള്ളുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാൽ ഉണങ്ങണ കണ്ടപ്പോൾ ഞാൻ ചെയ്ത് തീരാറായപ്പോൾ ഞാൻ ഓടിപ്പിടിച്ച് വീഡിയോയ്ക്ക് വന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഇതേ നല്ല വെട്ടാത്ത നന്നായി ഞാൻ ഓർത്തു. ഒത്തിരി അടിപൊളി പരസ്യത്തിൽ കിടക്കണ പോലെ. ചില വൈറ്റ് ഹെയറൊക്കെ ഉണ്ട്. D3 ഒക്കെ നോക്കാറുണ്ട്. വിറ്റാമിൻ ആ D3 ഒന്ന് ചെക്ക് ചെയ്യട്ടോ, അതിൻ്റെയൊക്കെ കാണും. വിറ്റാമിനൊക്കെ കുറച്ച് നമ്മുടെ ഹെൽത്തൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ ഓർക്കും ഈ എല്ലാം പറ്റൂല, എല്ലാം മക്കൾക്ക് വേണ്ടി ഓട്ടാട്ടോ, കുടുംബത്തിനും മക്കൾക്കും വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി ഓടുക. നിങ്ങളുടെ ആരോഗ്യം മക്കളുടെ അസറ്റ്, നാടിൻ്റെ അസറ്റ്, ലോകത്തിൻ്റെ അസറ്റ്. നമ്മുടെ കുടുംബത്തിലെ സമാധാനം, ലോകത്തിൻ്റെ സമാധാനം. ഓരോ കുടുംബവും അങ്ങനെ ആയാൽ നമ്മുടെ ആരോഗ്യം ലോകത്തിൻ്റെ ആരോഗ്യം. അതെപ്പോഴും ഓർക്കണം. നമ്മുടെ സന്തോഷം ലോകത്തിൻ്റെ സന്തോഷം. ഒരു കുടുംബത്തിൽ അപ്പടി സന്തോഷം. എല്ലാ കുടുംബവും അങ്ങനെ ആവുകയാണെങ്കിൽ അങ്ങനെയല്ലേ? അല്ലെ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമ്പോൾ ലോകത്തിൽ സമാധാനം വരട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാനുള്ളവരെല്ലാം രേവതി ബ്യൂട്ടി പാർലർ സമീപിക്കുക. ശരി എന്നാ. ഈ മക്കളുടെ ഹെയർ മേക്കോറിന് വന്നാണ്. ഈ മുടി ഇപ്പം ഹെൽത്തി ഒന്നും അല്ല കേട്ടോ, നല്ല ഡ്രൈ ആണ്, പൊട്ടലുണ്ട്. ആരോഗ്യം, നമ്മുടെ റിഫ്ലക്ഷൻ, നമ്മുടെ ഹെൽത്തിൻ്റെ റിഫ്ലക്ഷൻ സ്കിന്നിലും മുടിയിലും ഒക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഡോക്ടർമാർ നോക്കൂല, കണ്ണ് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സ്കിന്ന്, നഖം. അപ്പം അതുപോലെ ഹെയറിലൊക്കെ നോക്കിയാൽ ഹെൽത്ത്. അപ്പോൾ ആരോഗ്യം നമ്മൾ നോക്കുമ്പോൾ മുടി നന്നായിട്ട് വളരും. എപ്പോഴും മുടി വളർന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇലക്കറി, മുട്ട ഇതൊക്കെ കഴിക്കണം. മുട്ടയൊക്കെ നന്നായിട്ട് തിന്നാൽ നന്നായിട്ട് മുടി ഉണ്ടാവില്ല. ഞാൻ മുട്ടയുടെ ആളാണ്. അപ്പോൾ യേശുവിൻ്റെ പ്രകാരം കരാട്ടിൻ ചെയ്യാൻ പോവാം. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോട്ടാനിക്സ് ആട്ടോ. നിങ്ങൾ പാർലറിൽ പോയി ചുമ്മാ കരാട്ടിൻ എന്ന് പറയുമ്പോൾ ഏത് കരാട്ടിനാന്ന് പോലും ആൾക്കാർക്കറിയാം. അപ്പടി മുടി പോയി ആ കംപ്ലൈൻറ്റ്, ലോ ക്ലാസ് കംപ്ലൈൻറ്റ്. കരാട്ടിൻ ചെയ്താൽ മുടി തലേന്ന് പോകണമെന്ന് കൂടാണ്ട് ഒത്തിരി കംപ്ലൈൻറ്റ് വരുന്നാട്ടോ നമ്മൾ കറക്റ്റൊക്കെ. ദൈവത്തിൽ ഓർത്ത് ബ്രാൻഡ് കമ്പനി ചെയ്യണം. ഞങ്ങളുടെ അടുത്ത് ചെയ്യണമെന്നൊന്നുമില്ല, അതൊക്കെ ചോദിച്ച് ബോധപൂർവ്വം ചെയ്യണം. നമ്മളൊരു കമ്പനി പറയുമ്പോൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കാം കമ്പനി എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ നല്ല അപ്ഡേഷനും നല്ല കമ്പനിയാണ് നമ്മളിപ്പോൾ ചെയ്യണത്. സൂപ്പർ റിസൾട്ടാണ്. നിങ്ങൾക്കപ്പോൾ റിസൾട്ട് കാണാം. ശരിയാണ്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് അപ്പോൾ ഇത് ശരിക്കും കുറേ കാലം കൂടിയാട്ടോ ഇത്രയും ഡാമേജ് ഹെയർ കിട്ടണേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ കേട്ടിട്ട് ടെൻഷനിക്കണ്ട. നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മുടിക്ക് ഡാമേജ് ഹെയർ എന്ന് പറഞ്ഞോ, ചുരുണ്ട് പൊട്ടി മുടി, അങ്ങനെയല്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ എങ്ങനെയാട്ടോ. അപ്പോൾ ചിലർ അയ്യോ ഇതെന്നെ കളർ കുറഞ്ഞല്ലോ, അപ്പോൾ ഉടനെ ഞാൻ ഉടനെ വന്ന് ഒരു ഫേഷ്യൽ ചെയ്യാൻ അപ്പം അവർ പറയും കേട്ടോ. ഇപ്പോൾ ചേച്ചിയുടെ ഓട്ടം കാണാമെന്ന്. തടി കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി കൺട്രോൾ ചെയ്യും. നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക. ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ. എല്ലാവരും ന്യൂജൻ പിള്ളേരൊക്കെ പറയും അങ്ങനെ പറയരുത് ഇതെന്നൊക്കെ പറയും. പക്ഷേ അത് നന്മയായിട്ട് കരുതിയാൽ എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയേട്ടോ. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കടെ അമിതമായിട്ട് തടി വയ്ക്കുമ്പോൾ ഒരാൾ പറയുമ്പോൾ നമുക്ക് ആദ്യം ഇച്ചിരി തീറ്റെങ്കിലും കുറയില്ല. അതുപോലെ ഇത് ഞാൻ കുറേ വഴക്ക് പറഞ്ഞു. ഇങ്ങനെ ഹെൽത്ത് കറക്റ്റ് നോക്കണം. D3 ഒക്കെ ഒത്തിരി താഴെ പോണ വ്യക്തിയാണ്. ഇതിൻ്റെതായ D3 ഒത്തിരി കുറഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ ഡിഫക്റ്റ് വരും കേട്ടോ. അപ്പോൾ അത് കറക്റ്റായി വിറ്റാമിൻ കറക്റ്റ് ആകുമ്പോൾ ഒത്തിരി മുടിയുള്ള വച്ചാർന്ന് പറഞ്ഞേ. ആ മുടി ഭയങ്കര അൺഹെൽത്തി കേട്ടോ. നമ്മുടെ ഹെൽത്തിന് കേട്ടോ, ഹെൽത്തിൻ്റെ ഒരു ഇത് കാണിക്കണത് മുടിയിൽ കൂടി സ്കിന്നിൽ കൂടിയൊക്കെയാണ്. അപ്പോൾ മസ്റ്റായിട്ട് കേട്ടോ. അടുത്തവണ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കൂടി ജിലേബി ആയിട്ട് വന്നേരെ പണ്ടത്തെ മുടി പോലെ ആക്കി തരാനുള്ള എല്ലാ വിദ്യയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുടി ആയാൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ജിലേബി കൊണ്ട് വരാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് തിന്നാൻ. അപ്പോൾ ഇത് കണ്ടോ ഒത്തിരി. ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ലേ ചെയ്തേക്കണേ. അതിപ്പോൾ ഇങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് ഇങ്ങനെ തലയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇതിട്ടേക്കാട്ടോ. റീൽസും ഇതുമൊക്കെ ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ. ആ കണ്ട മുടിയുടെ അവസ്ഥ. ഇപ്പോൾ പുറകിൽ നോക്കിയാൽ +2 കൊച്ചായെന്ന് ഞാൻ പറഞ്ഞു. അതിന് വേറെ കാശ് വേണമെന്ന് പറഞ്ഞു. മകൻ എന്തോരമുണ്ട്? 8ല്. മകൻ 8ലുണ്ട്. അപ്പോൾ +2 കാരിനെ പോലെ ആക്കിയിട്ടുണ്ട്. അതിന് വേറെ കാശ് വേറെ വേണം.
പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അങ്ങനെയുള്ളവർ ഇത് ചെയ്താൽ മതി. മൾട്ടി വിറ്റാമിനും കഴിക്കണം, മുട്ട കഴിക്കണം. മുട്ട ഒരു ഭയങ്കര എന്താ, ജപ്പാൻകാർക്ക് 100 വയസ്സ് കഴിഞ്ഞ് ജീവിക്കണം. അവരുടെ മെയിൻ ഫുഡിൽ ഏറ്റവും അധികം മുട്ടയുണ്ടെന്ന് കുറേ മുട്ട കേട്ടോ. ഞാൻ ഓർത്ത് കേട്ടിട്ട് സന്തോഷമായി. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് മുട്ടയാണ്. ഞാൻ പക്ഷെ മുട്ടയൊന്നും വണ്ണം വെക്കേണ്ടത് എല്ലാവരും വെക്കില്ലെന്ന് പറഞ്ഞേ. എൻ്റെ അമ്മ എന്തോരം മുട്ട എന്ന് പറഞ്ഞാൽ എൻ്റെ മുട്ടയുടെ പൊതി മാറില്ല. അപ്പോൾ നമ്മൾ മുട്ടകളൊക്കെ കഴിക്കുക. നല്ല എല്ലാം സ്കിന്നും നന്നാകും, മുടിയും നന്നാകും മൊത്തം. അപ്പം ശരി എന്നാൽ അപ്പം എല്ലാവരും പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. ശരി എന്നാൽ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടായത് കേട്ടോ ഇത്. ഞാൻ തൊട്ട് മുമ്പ് പറയണതെല്ലാം വാഷ് ചെയ്യണതിന് തൊട്ട് മുമ്പായിരുന്നു കേട്ടോ. കാരണം എനിക്ക് അർജൻറ്റായിട്ടൊരിടത്ത് പോകണമായിരുന്നു. അപ്പം വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ പിടിച്ചേക്കാൻ പറഞ്ഞു. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പം ഇന്ന് ഓർത്ത് നോക്കി എന്ത് ഭംഗിയാന്ന് അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് വാഷ് ചെയ്ത് കഴിയുമ്പം ചുമ്മാ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇരുന്നേ. അപ്പം പക്ഷേ ഭയങ്കര ചേഞ്ച്. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ടാട്ടോ ഇത്, പരസ്യം പോലെ. ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ. നിങ്ങൾ ഈ ഹെയർ മേക്കോറിന് വരുന്ന ആരും തല നനച്ചിട്ട് വരണം കേട്ടോ. ഇത് ഉണങ്ങിയിട്ടില്ല. ഓടി കുളിച്ച് തലയൊക്കെ കഴുകി എനിക്ക് എളുപ്പത്തിൽ പണിയൊപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഈ മുടി ഇങ്ങനെ നല്ല ഒത്തിരി പൊട്ടലുണ്ട്. ഇത് അവരെന്നെ വഴക്ക് പറയും. അവരുടെ മുടീനെ പിടിച്ചിട്ട് കുറ്റം പറയുക എന്ന് പറയണേ. മുടീനെ കുറ്റം പറയണില്ല, പൊട്ടലൊക്കെ മാറാൻ വേണ്ടിയല്ലേ പറയണേ. അപ്പോൾ പൊട്ടല് ഇങ്ങനെ ഫ്രിസി അല്ല, ഈ സോഫ്റ്റ് ഹെയറിലെ കനം കുറഞ്ഞ നമ്മൾ അപ്പൂപ്പന്താടി പോലത്തെ മുടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സോഫ്റ്റ് ഹെയർ ആണ്. ഇതിപ്പോൾ ബയോട്ടാനിസ് അതല്ലേ ഇതിൻ്റെ പേര്, ബയോട്ടാനിസ് ചെയ്യാൻ പോവാണ്. യേശുവിൻ്റെ കൃപയാൽ കരാട്ടിൻ്റെ പേരാട്ടോ ഈ പറഞ്ഞത്. നിങ്ങൾ എല്ലായിടത്തും പോയി കരാട്ടിൻ ചെയ്യുന്നതാണോ? ഏത് കരാട്ടിനും ഏത് ആർക്ക് പേര് പോലും അറിയാൻ പാടില്ല. കരാട്ടിൻ തീരെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്താൽ തലയ്ക്കൊന്നും കൊള്ളൂലെന്നാട്ടോ പറയണേ. നമ്മൾ കരാട്ടിൻ്റെ ഏറ്റവും അപ്ഡേറ്റ് ഏറ്റവും നല്ല അവർ പറഞ്ഞേക്കണേ ഇത് 9 വയസ്സ് മുതൽ, 9 വയസ്സാണോ 9ാം ക്ലാസ്സിൽ പഠിക്കണം, 9 വയസ്സ് മുതൽ 12 വയസ്സ് മുതൽ പ്രഗ്നൻസിയിലുള്ളവർക്ക് വരെ ചെയ്യാൻ നോ കെമിക്കലൊക്കെ ആണെന്നാണ് ഇവർ വാഗ്ദാനം പറയണേ. എന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ബയോട്ടാനിക്സ് എന്നുള്ള ഇതിൻ്റെ പേര് പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ? ബയോട്ടാനിക്സ് ആണ് ചെയ്തത്. കരാട്ടിനിൽ നാനോപ്ലാസ്റ്റിയേനേക്കാളും അപ്ഡേറ്റ് ആണ്. നല്ല റിസൾട്ടാണ്, സൂപ്പർ റിസൾട്ടാണ്. ഈ കരാട്ടിൻ എന്ന് പറഞ്ഞാൽ 40 വാഷമുള്ളൂ കേട്ടോ. പക്ഷേ ഇങ്ങനെ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് പക്ഷേ ലാഭം കൂടുതൽ ഹെയർ ലാക്സിങ് ഒക്കെ കേട്ടോ. ഇതിൻ്റെ പ്രൊഡക്റ്റിന് നല്ല വിലയായത് കാരണം എനിക്ക് വലിയ ലാഭം തോന്നാറില്ല ഇതിവിടെ ചെയ്യുമ്പോൾ. നമ്മൾ നാനോപ്ലാസ്റ്റിയുടെ അപ്ഡേറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നായാലും ആയിക്കോട്ടെ, അവർ പുതിയത് എടുത്തു നോക്കാൻ നോക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ നല്ല റിസൾട്ട് തോന്നിയിട്ട് അത് ചെയ്തേ. അപ്പോൾ അവർ പുതിയത് ഇറങ്ങി, അതിലും നോ കെമിക്കൽ ഒത്തിരി വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അധികം എടുത്തു. അപ്പോൾ ഇതിന് ഇത്രയും ഗുഡ് റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ആദ്യം മുടി കണ്ടതല്ലേ, പൊട്ടിപ്പൊളിഞ്ഞത് പൊട്ടിയ മുടി മുഖം കാണുന്നില്ലോ, പൊട്ടിപ്പൊളിഞ്ഞ മുടിയാ. പക്ഷെ ഇപ്പം നല്ല രസത്തിലല്ലേ എനിക്കടെ. D3 ടെസ്റ്റ് ചെയ്ത് ഞാൻ ഒത്തിരി കാലമായിട്ട് പറഞ്ഞു, അനുസരണയില്ല ഒറ്റയാണ്. അപ്പോൾ D3 ടെസ്റ്റ് ചെയ്ത് മൾട്ടി വിറ്റാമിൻ കഴിക്കാൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ പിന്നെ മുടി നരയ്ക്കും, പൊട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ അഹങ്കരിച്ചിരിക്കും. മുടി നരയ്ക്കുമ്പോൾ വിവരമാണ്, വേണമെങ്കിൽ ചെയ്തു എല്ലാം. അപ്പോൾ അതെ ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളറിയണല്ലോ എന്നാ പറഞ്ഞത് എന്നാ പറഞ്ഞേ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ള ഒരു നിരനിരയായിട്ട് പോലെ. ശരി.